സലാമിലേക്ക്. സലാം, ഇതിന് തുടർ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? പ്രത്യേകിച്ചും വലിയ സ്വീകാര്യത വേടൻ്റെ കാര്യത്തിൽ പുതിയ തലമുറയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയുണ്ടല്ലോ. അവിടെയാണ് ഒരു കാര്യവുമില്ലാതെ എന്ന് വെച്ചാൽ വേടൻ ആവശ്യപ്പെടാതെ, വേടൻ അങ്ങനെ ഒരു ആഗ്രഹമില്ലാതെ, ഇപ്പോൾ നേരത്തെ സണ്ണി എം കപ്പിക്കാട് സൂചിപ്പിച്ചതുപോലെ ഉറങ്ങാൻ കിടന്ന ഒരാളെ വിളിച്ചുണർത്തി ഭക്ഷണമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ജാതീയ അധിക്ഷേപമായിട്ട് പോലും സണ്ണി എം കപ്പിക്കാടിനെ പോലെയുള്ളവർ കാണുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും തുടർ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ടോ സലാം? സൈഫുദ്ദീൻ, ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് നേരത്തെ ഈ വിദഗ്ധ സമിതിയെ നയിച്ച എം ബഷീർ എന്ന് പറയുന്ന ആ ഒരു കാലിക്കറ്റ് സർവകലാശാല മലയാളം പഠന വിഭാഗം മുൻ മേധാവി, അദ്ദേഹം ഒരു ദിനപത്രത്തിൽ തുടർച്ചയായി രാമായണത്തെ സംബന്ധിച്ച് ഒരു ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതിനെതിരെ സംഘപരിവാർ അനുകൂലികൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അയച്ചുവിട്ടത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അല്ലെങ്കിൽ വിദഗ്ധ സമിതി തന്നെയാണ് ഇങ്ങനെ വേടൻ്റെ പാട്ടുകൾക്ക് കാവ്യാത്മക സങ്കല്പനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുന്നത്. ഈ റാപ്പുകളെ സംബന്ധിച്ച്, റാപ്പ് സംഗീതത്തെ സംബന്ധിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആധുനിക അല്ലെങ്കിൽ അമേരിക്കൻ സംഗീതത്തിലെ ആധുനിക രൂപമാണ് റാപ്പ് എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ ചലനാത്മകമായിട്ടുള്ള ഒരു വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു സംഗീത ശാഖ കൂടിയാണ് റാപ്പ്. ആ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ ചലനങ്ങളോട് കൂടി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. ആ ഒരു റാപ്പ് സംഗീതത്തിന് കേരളത്തിൽ ഒരു പക്ഷേ മലയാളിയായിട്ടുള്ള ഒരാൾ തന്നെ വലിയ രീതിയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ റാപ്പ് സംഗീതത്തെ വളർത്തുന്നു. ആ ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതി പോലും ഇല്ലാതെ ഒരു റാപ്പ് സംഗീതം, ഈ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു സംഗീതവുമായി താരതമ്യ പഠനം ഒരു സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ഈ താരതമ്യ പഠനത്തിന് ഉപകാരപ്പെടുന്ന ഒരു നടപടിയായിരുന്നു. അങ്ങനെ ഒരു നടപടിയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗത്തുണ്ടായത്. അതൊരു ധീരമായ ഒരു നടപടി തന്നെയാണ്. മലയാളിയായ ഒരു റാപ്പറുടെ സംഗീതത്തെ മൈക്കിൾ ജാക്സന്റെ സംഗീതവുമായി ബന്ധപ്പെടുത്തിയ അത്തരത്തിലൊരു താരതമ്യ പഠനം വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള പ്രയോജനമുണ്ടാകുന്ന ഒരു നടപടിയായിരുന്നു. എന്നാൽ ആ ഒരു നടപടിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധീരമായ ഒരു തീരുമാനത്തെ ഒരു BJP സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാതിയിൽ മാത്രം ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ വിദഗ്ധ സമിതിയിലുള്ളിരുന്ന ആൾ പോലും വലിയ രീതിയിലുള്ള സംഘപരിവാർ അറ്റാക്ക് നേരത്തെ നേരിട്ടതാണ്. വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ട ഒരാളാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു കാവ്യാത്മക സങ്കല്പനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേവലം വായ്ത്താരികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേടന്റെ ഈ ഗാനം ഒഴിവാക്കണമെന്നുള്ള ഒരു ശുപാർശ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നൽകുന്നത്. സൈഫുദ്ദീൻ, ശരി, കേവലമായി വായ്ത്താരി മാത്രമാണ്, വേടന്റെ പാട്ടുകളിൽ കാവ്യഭംഗിയില്ല, കാവ്യാത്മകതയില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഇതെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.